കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത്. SSLC ഫലം വന്നതിന് ശേഷം അവരെല്ലാം വളരെ ആഘോഷത്തിലാണ്. കാരണം വീണ്ടും 100% വിജയം ആവർത്തിച്ചിരിക്കുന്നു. ഏതാനും കുട്ടികളും അധ്യാപകരും ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. HM ബിനു ടീച്ചർ തന്നെ ആദ്യം സംസാരിക്കും. 100% വിജയം, കുട്ടികളൊക്കെ വന്നു മധുരം പങ്കിടുന്നു, എന്താണ് തോന്നുന്നത്? ഈ വർഷവും തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് 100% വിജയം നൽകിയതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൂട്ടായ അധ്വാനത്തിലൂടെയാണ് ഈ വിജയം ഞങ്ങൾ കൈവരിച്ചത്. അധ്യാപകരുടെ കഠിനമായ പ്രയത്നം, അതിൻ്റെ കൂടെ തന്നെ കുട്ടികളുടെ അധ്വാനം, ഇതെല്ലാം കൂടെ ദൈവകൃപയെ ഒത്തുചേർന്ന് വീണ്ടും ഞങ്ങൾക്ക് 100% വിജയം ലഭിച്ചു. കുഞ്ഞുങ്ങളെല്ലാം പ്രത്യേകം അഭിനന്ദിക്കുന്നു. 27 ഫുൾ A+ ലഭിച്ചു. എല്ലാ കുട്ടികളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഞങ്ങളോടൊപ്പം നിന്ന മാതാപിതാക്കളെയും എല്ലാവരെയും, PTA-യെയും ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഷിബു സാറിനെ എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. എന്തായാലും കുട്ടികളൊക്കെ തന്നെ ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. യൂണിഫോം ഇട്ട് തന്നെയാണ് ഒരാൾ എത്തിയിരിക്കുന്നത്. നമ്മളെ സന്തോഷമായി? ഒരുപാട് സന്തോഷമായി. ഇനി എന്താ പ്ലാനൊക്കെ? പ്ലാൻ ഇവിടെ തന്നെ കൊടുക്കാനാണ്. പ്ലസ് വൺ പ്ലസ് ടു ഇവിടെ തന്നെ കൊടുക്കാനാണ്. ടീച്ചർമാരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വിജയം കൈവരിക്കാൻ പറ്റിയത്. എങ്ങനെയുണ്ട്? ടെൻഷനായിരുന്നു അവധിക്കാലത്ത്, റിസൾട്ടിന്റെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, പഠിച്ചതിന്റെ റിസൾട്ട് കിട്ടി? ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്. ഒരാൾ ചെറിയൊരു നിരാശയിലാണല്ലേ, ഒരു A+ കുറഞ്ഞു പോയി. 2 A+. അതില് ചെറിയ ദുഃഖത്തിലാണല്ലേ. എന്താണ് ഇനി അടുത്ത പ്ലാനൊക്കെ? എന്താണ്? +1 ഇവിടെ തന്നെ കൊടുക്കാനായിട്ട്, സയൻസ് റീവാലുവേഷൻ കൊടുക്കണമെന്നുണ്ട്. സാരമില്ല, അതൊക്കെ ആയിക്കോളൂ. എന്തായാലും ടീച്ചർമാരും വേറൊരാളും കൂടെ എത്തിയിട്ടുണ്ട്. പേരെങ്ങനെയാണ്? ആർദ്ര. എങ്ങനെയുണ്ട് റിസൾട്ട്? സന്തോഷം. ടീച്ചർമാരെ കാണാൻ എത്തിയതാണ്. എന്തായാലും അവധി ദിവസമാണ്. വേനൽക്കാല അവധിയിലാണെങ്കിൽ കൂടിയും ടീച്ചർമാരും വിദ്യാർത്ഥികളും ഒക്കെയും ചേർന്ന് ഇവിടെ വലിയ ആഘോഷമാക്കുകയാണ്. മധുരം വിതരണം ചെയ്തും പരസ്പരം ആലിംഗനം ചെയ്തും അവരുടെ വിജയം ഏറെ മധുരമുള്ളതാക്കുകയാണ് ബേക്കർ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. കോട്ടയത്ത് നിന്നും ജോസി ബാബു, മീഡിയ 1.